ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. വെള്ളച്ചാട്ടത്തിനടുത്ത് വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി വിശ്രമിക്കുന്നതിനിടെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം താൽക്കാലികമായി കുടിലൊരുക്കിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനു സമീപം വഞ്ചിക്കടവിലെ പാറപ്പുറത്താണ്. വന്യജീവികൾ വരാതിരിക്കുന്നതിന് കുടിലിനു മുന്നിൽ വിറക് കൂട്ടിയിട്ട് തീയിട്ടു. പക്ഷെ കനത്ത മഴയിൽ തീ കെട്ടതോടെ കാട്ടാനക്കൂട്ടം ഇവരുടെ കുടിലിനരികിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. ആനയെ കണ്ടതോടെ 4 പേരും 4 ദിക്കിലേക്കോടി. ഇതിനിടയിൽ സതീഷിനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നുവെന്ന് ഭാര്യ രമ. ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് ആള് കന്ന് പാറയിൽ വീണിട്ട് ഈ ആന പുറംകാല് കൊണ്ട് തട്ടിയിട്ടാണ് ആളെ ചവിട്ടിയത്. ആ മുതുകത്തൊക്കെ ഇങ്ങനെ പരിക്ക് പറ്റി, കാലൊക്കെ പൊട്ടി. രക്ഷപ്പെട്ട് ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന രമയും ഒപ്പമുണ്ടായിരുന്ന രവിയും രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടി. രാവിലെ തിരികെ എത്തിയപ്പോഴാണ് പാറപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സതീശനെ കണ്ടത്. ചാലക്കുടി പുഴയോട് ചേർന്ന് അംബികയുടെ മൃതദേഹവും കണ്ടെത്തി. ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. ആ കൊച്ചു ഇതിലെ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് 2 ആളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ 20 വയസ്സുള്ള സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. മേഖലയിൽ 3 പേർ 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ റൂറൽ SP, DYSP തലത്തിലുള്ള അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 തൃശൂർ. കഴിഞ്ഞ 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ 3 പേർ മരിച്ച അതിരപ്പള്ളിയിൽ നാളെ ജനകീയ ഹർത്താൽ. പഞ്ചായത്ത് പരിധിയിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കാട്ടാനയാക്രമണത്തിൽ അതിരപ്പള്ളിയിലും ചാലക്കുടിയിലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചാലക്കുടി ആശുപത്രിയിൽ അല്പസമയത്തിനകം തുടങ്ങും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും ചാലക്കുടിയിൽ നിന്ന്. വിഷ്ണു, മേഖലയിൽ പ്രതിഷേധമുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാൻ വനം വകുപ്പിന് കഴിയുന്നില്ല. തന്നെയല്ല, ഈ ഇരുവരും മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണ് എന്ന് സ്ഥിരീകരിക്കാൻ വനം വകുപ്പിന് ഇനിയും എന്തൊക്കെയോ പരിശോധനകളും റിപ്പോർട്ടും വേണമെന്നാണ് വനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിക്കുന്നത്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം? ഈ നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകും അവിടുത്തെ ജനങ്ങൾ? വിജയകുമാർ, വലിയ പ്രതിഷേധമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകൾക്കെതിരെയും കടുത്ത പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ ഈ മരണത്തിൽ സംഭവിച്ച സതീഷിന്റെ ഭാര്യയും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തന്നെയെന്ന്. പക്ഷേ ഇപ്പോഴും വനംവകുപ്പ് സ്ഥിരീകരിക്കാത്തത് വനംവകുപ്പിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നു എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത്. നാളെ അതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താൽ. RRT നിരീക്ഷണം അടക്കം കൂടുതൽ ശക്തമാക്കണമെന്ന് അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു 20 വയസ്സുകാരൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഇന്നലെയാണ് സതീഷിനും അംബികയ്ക്കും സമാനമായ ദുർസ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് വനംവകുപ്പ് ഈ വിഷയത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരവധി തവണ പരാതികളൊക്കെ പെട്ടതാണ്, പക്ഷേ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഫെൻസിങ്ങോ അല്ലെങ്കിൽ നിരീക്ഷണമോ നടത്താൻ പോലും വനംവകുപ്പ് തയ്യാറാകുന്നില്ല. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനാകും. അവിടെ ആ മേഖലയിലുള്ളവർക്ക് കൃഷി പോലും ചെയ്യാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അത്ര ദുർഘടമായി മാറിയിട്ടുണ്ട്. അപ്പോഴും വനംവകുപ്പ് കണ്ണടച്ചിരിക്കുകയാണ്. ഇത് വനംവകുപ്പ് പറയുന്ന ന്യായം, അതായത് ഇത് കാട്ടാനാക്രമണമല്ല എന്ന് പറയുന്ന ഒരു അത്തരത്തിലുള്ള നരേഷൻ നൽകാൻ ശ്രമിക്കുന്നതും ആളുകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിയിലേക്ക് എത്തി ഇവിടെ വലിയ പ്രതിഷേധം നടത്തുന്നത്. ജില്ലാ കളക്ടർ എത്തി ഒരു ഉറപ്പ് അവർക്ക് നൽകണം. അതായത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതിരപ്പള്ളിയിൽ ആവർത്തിക്കില്ല. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, കാട്ടാനയെ തടയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുമെന്നൊരു ഉറപ്പ് ലഭിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതല്ലാതെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകില്ല എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ജില്ലാ കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. സബ് കളക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. സബ് കളക്ടറുമായി അല്പസമയം മുമ്പ് ബെന്നി ബെഹനാൻ
സംസാരിച്ചിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ മറുപടികളൊന്നും ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കളക്ടർ എത്തിയ ഒരു ഉറപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. അതല്ലാതെ ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഈ മരണം, ഈ സതീഷിന്റെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെ എന്ന് ഇതിനോടകം തന്നെ ഏറെക്കുറെ സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണ പോസ്റ്റ്മോർട്ടത്തിലൂടെ ലഭ്യമാകേണ്ടത് മാത്രമാണുള്ളത്. അല്പസമയം മുമ്പ് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മൃതദേഹം നേരിട്ടെത്തി കണ്ടിരുന്നു. ഈ സതീഷിന്റെ ശരീരത്തിലടക്കം ആന ചവിട്ടിയ പോലുള്ള പാടുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ആ മരണം ഏറെക്കുറെ ആന ചവിട്ടിയത് തന്നെ എന്ന് സ്ഥിരീകരിക്കാം. ഇനി അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവരും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റുകയാണ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അത് പൂർത്തിയാകും. അപ്പോഴും ഈ പ്രതിഷേധം ഏത് തരത്തിൽ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ശരി വിഷ്ണു, എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. നാളെ ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചാലക്കുടി ആശുപത്രിയിൽ അല്പസമയത്തിനകം തുടങ്ങും. ഈ മരണം കാട്ടാന ആക്രമണത്തിലാണോ എന്ന് വനം വകുപ്പ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. അതിൽ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. നേരത്തെ പലരുടെയും പ്രതികരണത്തിൽ, ജനപ്രതിനിധികളുടെ പ്രതികരണത്തിലൊക്കെ നമ്മൾ അത് കാണുകയും ചെയ്തു. ചാലക്കുടിയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും. EDയുടെ അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ നിർദ്ദേശം. കുറ്റപത്രം പരിശോധിച്ച ശേഷം പ്രതിപട്ടികയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടന്നേക്കും. മാസപ്പടി കേസിൽ 2024 മാർച്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. CMRL KSIDC ഉദ്യോഗസ്ഥരെ തുടർന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ SFIO അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ED നീക്കങ്ങൾക്ക് വേഗം കുറഞ്ഞു. പക്ഷേ അടുത്തിടെ SFIO കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ ED തങ്ങളുടെ കേസും പൊടിതട്ടിയെടുത്തു. SFIO കുറ്റപത്രം EDക്ക് കൈമാറണമെന്ന അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയോടെ ED നീക്കങ്ങൾക്ക് വേഗത കൂടും. കുറ്റപത്രം പരിശോധിച്ച ശേഷം പട്ടികയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടക്കുമെന്നാണ് വിവരം. ED കൊച്ചി യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി IRSന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് 7ാം നമ്പർ കോടതിയാണ് സ്വീകരിച്ചത്. അടുത്ത ആഴ്ചയോടെ വീണ ടി, ശശിധരൻ കർത്ത തുടങ്ങി 13 പേർക്കെതിരെ കോടതി സമൻസ് അയക്കും. തുടർന്ന് കുറ്റപത്രത്തിൽ പേരുള്ളവർ അഭിഭാഷകൻ വഴി കോടതിയിൽ ഹാജരാകേണ്ടി വരും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ ഇവർക്ക് മേൽക്കോടതികളെയും സമീപിക്കാം. 24 തിരുവനന്തപുരം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ 3-അംഗ സമിതിയെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന ആവശ്യമുണ്ടോ എന്നതടക്കം സമിതിയുടെ പരിഗണനാ വിഷയമാകും. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവരുന്നെന്ന് ഉദാഹരണങ്ങൾ നിരത്തി വാദിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിഷയം പഠിക്കാൻ 3-അംഗ സമിതിയാണ് നിയോഗിച്ചത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതിയിൽ മുൻ IAS ഓഫീസർ അശോക് വർദ്ധൻ ഷെട്ടി, പ്രൊഫസർ M നാഗനാഥൻ എന്നിവർ അംഗങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സമഗ്ര പരിശോധനയാണ് സമിതിയുടെ ചുമതല. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമെങ്കിൽ നിർദ്ദേശിക്കണം. ജനുവരിയിൽ പ്രാഥമിക റിപ്പോർട്ടും 2 വർഷത്തിനുള്ളിൽ സമഗ്ര റിപ്പോർട്ടും നൽകണം. 1969 മുഖ്യമന്ത്രി കരുണാനിധി രാജമണ്ണാർ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന കേന്ദ്രബന്ധത്തെപ്പറ്റി റിപ്പോർട്ട് തേടിയിരുന്നു. തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ കേന്ദ്രത്തോട് നേർക്കുനേർ പോരടിക്കുന്ന മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് MK സ്റ്റാലിൻ. 24 ചെന്നൈ. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ഇനി KK രാഗേഷ് നയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. M പ്രകാശൻ, TV രാജേഷ് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായി. പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയാണ് KK രാഗേഷ്. ഇതോടെ കണ്ണൂരിലെ പാർട്ടി തലപ്പത്തുണ്ടായത് തലമുറ മാറ്റം. പിണറായി വിജയൻ മുതൽ താരതമ്യേന മുതിർന്ന നേതാക്കൾ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്താണ് KK രാഗേഷിന് ഊഴം ലഭിച്ചത്. കണ്ണൂർ CPIMന്റെ 14ാം ജില്ലാ സെക്രട്ടറിയാണ് KK രാഗേഷ്. ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ നിശ്ചയിച്ചത്. 12-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റും തിരഞ്ഞെടുത്തു. ആലക്കോട് മുൻ ഏരിയ സെക്രട്ടറി M കരുണാകരനാണ് പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടത്. MV ജയരാജൻ ഇവിടെ നിന്ന് ഒഴിവാവുകയും
പുതിയ ജില്ലാ സെക്രട്ടറിയെ കൂടി ഇവിടെ തീരുമാനിക്കേണ്ടിയിരുന്നു. കെ രാഗേഷാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച കെ രാഗേഷ് നിലവിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. 2021 രാജ്യസഭാംഗത്വ കാലാവധി അവസാനിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചുമതലയിലേക്ക് രാഗേഷ് എത്തിയത്. 24 കണ്ണൂർ. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കിഫ്ബി സിഇഒയും മുൻ ചീഫ് സെക്രട്ടറിയുമായ KM എബ്രഹാം അഭിഭാഷകരുമായി KM എബ്രഹാം ആശയവിനിമയം നടത്തി. അപ്പീൽ നൽകുന്നതിൽ സർക്കാരും KM എബ്രഹാമിനെ പിന്തുണച്ചതായാണ് സൂചന. കിഫ്ബി ജീവനക്കാർക്ക് ഇന്നലെ അയച്ച വിശുദിന സന്ദേശത്തിൽ തന്നെ അപ്പീൽ സൂചന KM എബ്രഹാം നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാൻ അഭിഭാഷകരുമായി KM എബ്രഹാം ചർച്ച നടത്തി. അപ്പീൽ നീക്കത്തിന് സർക്കാരിന്റെയും പിന്തുണയുണ്ടെന്നാണ് സൂചന. ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലിനും മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനും തന്നോടുള്ള വൈരാഗ്യമാണ് നിലവിലെ അന്വേഷണത്തിന് പിന്നിലെ കാരണമെന്നാണ് KM എബ്രഹാം പറയുന്നത്. അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിയെന്നും തന്റെ ഭാഗം പൂർണ്ണമായും കേട്ടില്ലെന്നുമാണ് KM എബ്രഹാമിന്റെ നിലപാട്. ഗുരുതര നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടും KM എബ്രഹാമിനെ സംരക്ഷിക്കുകയാണ് CPIM-ഉം സർക്കാരും. 24 തിരുവനന്തപുരം. എറണാകുളം നേര്യമംഗലത്തിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞൊരു മരണം. ഇടുക്കി കീരിത്തോട് സ്വദേശി 14 വയസ്സുകാരിയായ അനീറ്റയാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, ആ കുട്ടിയെ ആ ബസ്സിനടിയിൽ നിന്ന് എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് രാഹുൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഗുരുതരമായ പരിക്കോടെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ, ഒരാളുടെ കൂടി ആരോഗ്യനില ഗുരുതരമാണോ ഇപ്പോൾ? വിജയകുമാർ, ഒരു ആൺകുട്ടിയുടെ ആരോഗ്യനില കൂടി ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ മാർ ബെസോലിയസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ആൺകുട്ടിയുടെ ആരോഗ്യനില കൂടി ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ KSRTC ബസ് മണിയൻപാറയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് പതിച്ചത്. വലിയ താഴ്ചയില്ല, 10 അടി താഴ്ചയിലേക്ക് മാത്രമാണ് ഈ ബസ് നിരങ്ങി നീങ്ങുകയും ചെയ്തത്. ഈ ബസ്സിന് മുൻവശത്തിരുന്ന കുട്ടി മുൻവശത്തെ ഗ്ലാസ് തകർന്ന് ആദ്യം തെറിച്ച് വീഴുകയായിരുന്നു. ഈ കുട്ടിയുടെ ദേഹത്തോടെ, ഈ പെൺകുട്ടിയുടെ അനിറ്റയുടെ ദേഹത്തോടെ ഈ KSRTC ബസ് കയറി ഇറങ്ങുകയും അനിറ്റ ബസ്സിനടിയിൽ അകപ്പെടുകയുമായിരുന്നു. പിന്നീട് ഈ ബസ്സിനകത്തുണ്ടായിരുന്ന എല്ലാവരെയും രക്ഷാപ്രവർത്തനം നടത്തി മറ്റൊരു KSRTC ബസ്സിൽ 2 ആശുപത്രികളിലേക്ക് മാറ്റി. അപ്പോഴും ഈ അനിറ്റ ബസ്സിനടിയിൽ തന്നെ തുടരുകയായിരുന്നു. കുട്ടിയെ പുറത്തെടുക്കാൻ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഏറെ പണിപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുറത്തെടുത്തപ്പോൾ തന്നെ ജീവനില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർ ബസോലിയസ് ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പമാണ് എറണാകുളത്തേക്ക് കീരിത്തോട്ടിൽ നിന്ന് രാവിലെ യാത്ര തിരിക്കുന്നത്. എറണാകുളത്ത് ഈ കുട്ടിയുടെ സഹോദരി ചികിത്സയിൽ കഴിയുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും കീരിത്തോട് സ്വദേശിയാണ്. സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ നില കൂടി ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യവും. ഇടുക്കി കിരിത്തോട് സ്വദേശി 14 വയസ്സുള്ള അനീറ്റയാണ് മരിച്ചത്. ബസ്സിന്റെ ഗ്ലാസ് തകർന്ന് അനീറ്റ താഴേക്ക് വീഴുകയും ബസ് ആ കുട്ടിയുടെ മുകളിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു എന്നാണ് വിവരം. അതിൽ ഒരാളുടെ പരിക്കേറ്റ ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. Issue of the law, not of the facts. That is why we thought we must give justice to the thousands and thousands of people who have lost their rightful claim, their ownership on their particular land. This is not related to or targeted to Muslim alone. There are some campaign going on to set a narrative that the central government is working against Muslim community. No. We are here to correct the mistakes done in the past and to provide justice to the needy people. Let me also remind that it is not only other communities, not only Christian communities, but crores and crores of Muslim women, the poor Muslims, the destitutes, they are also deprived of the
benefits which they should have got from the Waqf properties. I had mentioned this in the parliament also. India has the largest Waqf properties in the world. And in India also, within the country, Waqf properties are largest. Don't compare with railway properties and defense. Railway properties is for public use. Defense is for the defense of the nation. So, privately owned properties managed by the private people, it is the Waqf properties which is the largest in the world. And despite that, majority of the Muslim community are also not getting benefits. That is why I am making the point very clear from the beginning that it is not targeting any community. When it comes to individual cases, we have got thousands and thousands of representations, the injustice done to many groups and individuals. One of the such cases was the Munambam case. The Munambam case came to our notice some time back, and our state president Rajiv Chandrasekharji and the Kerala BJP team came to Delhi, and the matter was brought before me. Then when I had gone through the Munambam case, I was deeply upset. The 600 fishermen, the innocent people, who have paid the money from their hard-earned money, they paid for the land. They have settled everything. They have started paying taxes to the government for the land. And suddenly, the Kerala State Waqf Board decided and declared the Munambam land, 404 acres of valuable land, as the Waqf property. That is how the tragedy of the Munambam came before us, and the people of the country learn about the injustice done to those 600 fishermen. They are farmers, fishermen, they are innocent people. So, looking at such injustices and such pains of the people, Narendra Modi government decided to bring amendment. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് മുനമ്പത്ത് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കാനിരിക്കുന്നുണ്ട്. വൈകിട്ട് അതിന് മുന്നോടിയായാണ് BJP നേതാക്കളോടൊപ്പം കിരൺ റിജിജു മാധ്യമങ്ങളെ കാണുന്നത്. നമ്മൾ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിന് പിന്നാലെ സംഘർഷമുണ്ടായ ബംഗാളിലെ ഭാങ്കറിൽ 8 പേർ അറസ്റ്റിൽ. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. കലാപത്തിന് ശേഷം മുർഷിദാബാദിൽ 3-ാം ദിവസവും സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ രൂക്ഷമായ സംഘർഷമുണ്ടായ മുർഷിദാബാദ് സാധാരണ നിലയിലേക്ക് എത്തുന്നതിനിടെയാണ് ബാൻഗറിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സംഘർഷത്തിൽ 5 ബൈക്കുകളും ഒരു പോലീസ് ജയിൽ വാനും തകർത്തു. ഒരു പോലീസ് വാൻ കത്തിച്ചു. നിരവധി കടകൾക്കും വീടുകൾക്കും നേരെ ആക്രമണമുണ്ടായി. ബാൻഗർ സംഘർഷത്തിൽ 8 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമാണെങ്കിലും സംഘർഷാവസ്ഥ തുടരുകയാണെന്ന് പോലീസ്. വെള്ളിയാഴ്ച സംഘർഷമുണ്ടായ മുർഷിദാബാദിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട 200-ലേറെ പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. ഇന്റർനെറ്റിന് ഏർപ്പെടുത്തിയ നിരോധനത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്റർനെറ്റ് നിരോധനം നീട്ടിയേക്കുമെന്നാണ് സൂചന. സംഘർഷങ്ങൾ ഒഴിവാക്കി സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പം സമരപ്പന്തലിലെത്തും. NDA സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. മുനമ്പം വിഷയത്തിൽ BJP രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും CPM ശക്തമാക്കുന്നതിനിടെയാണ് സന്ദർശനം. വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. എറണാകുളം താജ് വിവാന്തയിൽ ഇപ്പോൾ നടക്കുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം 5 മണിയോടെയായിരിക്കും മുനമ്പം സമരപ്പന്തലിൽ മന്ത്രി എത്തുന്നത്. നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം നിവാസികളായ 50ഓളം പേർ BJPയിൽ ചേർന്നിരുന്നു. തിരുവനന്തപുരം മുതലപ്പുഴി ഹാർബറിൽ മണൽ അടിഞ്ഞുകൂടി മീൻപിടുത്തം തടസ്സപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായി സംയുക്ത സമരസമിതി നാളെ ചർച്ച നടത്തും. പ്രതിഷേധങ്ങൾക്കിടെ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകി.
മുതലപ്പൊഴി അഴിമുഖത്ത് മണലടിഞ്ഞുള്ള പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തം. ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് INTUCയും CATUവും മാർച്ച് നടത്തി. ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി റീത്ത് വെച്ചായിരുന്നു INTUC പ്രതിഷേധം. CATU പ്രതിഷേധത്തിൽ ഉയർന്നത് മന്ത്രി സജി ചെറിയാനെതിരായ മുദ്രാവാക്യങ്ങൾ. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന സർക്കാർ അനുകൂല സംഘടനയുടെ മുന്നറിയിപ്പ്. മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നാളെ സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്തും. മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർപ്പും ആശങ്കയും അറിയിക്കും. ഈസ്റ്ററിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അതിനിടെ ഡ്രഡ്ജിംഗ് വേഗത്തിലാക്കാൻ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകി. 2000 ക്യൂബിക് മീറ്റർ മണലാണ് നിലവിൽ ഇവിടെ നിന്ന് ഒരു ദിവസം നീക്കം ചെയ്യുന്നത്. ഇക്കണക്കിനെങ്കിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുക്കേണ്ടി വരും. സമരമല്ലാതെ ഇന്നാട്ടുകാരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ജീവിത സമരമാണത്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും രാജേഷിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ. ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. SKN40 കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. SKN40 കേരള യാത്രയ്ക്ക് കോഴിക്കോട് ജനത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഉൾപ്പെടെ യാത്രയ്ക്ക് ആശംസകളുമായി എത്തി. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് SKN40 യാത്ര ആരംഭിച്ചത്. കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു. SKN40ക്ക് ആദ്യം ഒരു അഭിനന്ദനം. ഒരു ചെറിയ കുട്ടി അഡിക്റ്റ് ആയാൽ ആ കുട്ടിക്ക് 7 വർഷമേ ജീവിതമുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഇതിന്റെ ഭീകരത പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, അത്ര കുറഞ്ഞ അങ്ങനെ ഭീകരമായ ഒരു സാധനം ഇന്നുവരെ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരാളും ഇതറിഞ്ഞാൽ നിശബ്ദരായിരിക്കരുത്. അറിഞ്ഞാൽ ഉടൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി സംശയമുണ്ട് എന്നേ പറയണ്ടു. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ നമ്മൾ കരുതിയിരിക്കുക. അവരൊരിക്കലും ഈ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ ഒരാളെങ്കിലും അവരെ പിന്നാലെ ഉണ്ടാവണം, ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ. ലഹരിക്കെതിരായ പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് വിശദീകരിച്ചു. നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ്, ആൾക്കാരുടെ ഇൻഫർമേഷനോട് തന്നെയാണ് നമുക്ക് കൂടെ പിടിക്കാൻ പറ്റുന്നത്. ഇപ്പം കണ്ടൊരു നല്ല കാര്യം, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ കൂടുതൽ വരാൻ തുടങ്ങി. ആന്റി പോലീസായിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിനോട് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. സൊസൈറ്റി റിസൾട്ടാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനിടാൻ പറ്റൂ. മിഠായി തെരുവിൽ വ്യാപാരികളും ലഹരിക്കെതിരായ യാത്രയിൽ പങ്കാളികളായി. ലഹരിക്കെതിരെ താങ്കളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഒരു പര്യടനം നടത്തുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. മർക്കസ് അക്കാദമി സന്ദർശനത്തോടെ ജില്ലയിലെ ഇന്നത്തെ പരിപാടി അവസാനിക്കും. നാളെ മുക്കം ടൗണിൽ നിന്നാണ് യാത്ര തുടങ്ങുക. 24 കോഴിക്കോട്. SKN40 കേരള യാത്രയുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി മാനാഞ്ചിറയിലും മിഠായി തെരുവിലും കലാകാരന്മാർ അണിചേർന്നു. ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്ര കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആരംഭിച്ചത് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ. ശാരീരിക പരിമിതികൾ മറികടന്നാണ് കാഞ്ഞിലശ്ശേരി സ്വദേശി അശോകൻ ചെണ്ടയിൽ കൊട്ടിക്കയറിയത്. രാജേഷ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റും അരങ്ങേറി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തം വേറിട്ട കാഴ്ചയായി.
ബീച്ചിലെ പാട്ടുകാരുടെ കൂട്ടായ്മയായ നാട്ടുവെളിച്ചവും പരിപാടിയിൽ അണിചേർന്നു. യാത്ര മാനാഞ്ചിറയിൽ പ്രവേശിച്ചത് മുട്ടിപ്പാട്ട് സംഘത്തിന്റെ പ്രകടനത്തോടെ. മിഠായിത്തെരുവിൽ അറുപനമുട്ട് കലാകാരന്മാരുടെ പ്രകടനവും യാത്രയ്ക്ക് മിഴിവേകി. കോഴിക്കോട്. ബംഗളൂരുവിൽ വൻ ലഹരി മരുന്ന് വേട്ട. 3 വ്യത്യസ്ത കേസുകളിലായി 9 മലയാളികളും വിദേശ പൗരനും അറസ്റ്റിലായ ഒരു മലയാളിയിൽ നിന്ന് 3.5 കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവും 2.6 കോടി രൂപയും പിടിച്ചെടുത്തു. മറ്റൊരു കേസിൽ 8 അംഗ സംഘം മലയാളികളിൽ നിന്ന് 27 ലക്ഷം രൂപ വില മതിക്കുന്ന 110 ഗ്രാം MDMA പിടിച്ചെടുത്തു. വിദേശ പൗരനിൽ നിന്ന് 1 കിലോ MDMA ക്രിസ്റ്റലും ആന്റി നർക്കോട്ടിക് വിംഗ് പിടികൂടിയതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B. ദയാനന്ദ് അറിയിച്ചു. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 6 മരണം. വയനാട്ടിൽ ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് ഓട്ടോറിക്ഷയിൽ KSRTC ബസ് ഇടിച്ച് 2 പേർ മരിച്ചു. തൃശൂരും ഇടുക്കിയിലും വാഹന അപകടങ്ങളിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്നലെ രാത്രിയാണ് വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ വാഹനാപകടമുണ്ടായത്. കട്ടയാട് സ്വദേശികളായ അഖിലും മനുവുമാണ് മരിച്ചത്. മാനിക്കുനി വെയർഹൌസിന് സമീപം ടിപ്പറിന് പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു. തൃശൂർ ചാലക്കുടിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൂടപ്പുഴ സ്വദേശി ചാക്കപ്പൻ ജോണിയാണ് മരിച്ചത്. അപകടശേഷം കാർ നിർത്താതെ പോയി. പാലക്കാട് എലപ്പുള്ളിയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മായങ്കുള സ്വദേശി അബ്ബാസും യാത്രക്കാരൻ എലപ്പുള്ളി സ്വദേശി സയ്യിദ് മുഹമ്മദും മരിച്ചു. പൊള്ളാച്ചിയിലേക്ക് പോയ KSRTC ബസ്സുമായി ഓട്ടോറിക്ഷ കൂട്ടിയിടിക്കുകയായിരുന്നു. പാലക്കാട് വാണിയംകുളത്ത് ഡോക്ടറും കുടുംബവും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ വിജിത്തും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വിജിത്തിന്റെ മകൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. 24 വയനാട്. ഹരിയാന ഷിക്കോബോർ ഭൂമിയിടപാട് കേസിൽ റോബർട്ട് വദ്രയെ വീണ്ടും ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഭൂമിയിടപാടിന് പിന്നിലെ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചാണ് ED അന്വേഷണം. തനിക്കെതിരെയുള്ള രേഖകൾ ED കെട്ടിച്ചമച്ചതാണെന്നും കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്നും റോബർട്ട് വദ്ര ആരോപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ 10:30 ഡൽഹിയിലെ ED ഓഫീസിൽ റോബർട്ട് വദ്ര ഹാജരായി. ഹരിയാനയിലെ ഷിക്കോപൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. ആദ്യ തവണ നൽകിയ നോട്ടീസ് റോബർട്ട് വദ്ര അവഗണിച്ചതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകിയത്. ED രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും തനിക്കെതിരായ രേഖകൾ കെട്ടിച്ചമച്ചതാണെന്നും റോബർട്ട് വദ്ര. ിൽ ഹരിയാനയിലെ ഷിക്കോപൂരിൽ റോബർട്ട് വദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 7.5 കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങിയിരുന്നു. എന്നാൽ മാസങ്ങൾക്കു ശേഷം ഈ ഭൂമി 58 കോടി രൂപയ്ക്ക് DLFന് മറച്ചുവിറ്റു. ഈ ഭൂമി ഇടപാടിനെ കുറിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. 24 ഡൽഹി. ബെൽജിയത്തിൽ അറസ്റ്റിലായ വിവാദ വജ്രവ്യാപാരി മെഹുൽ ചോസ്കിയെ തിരികെ എത്തിക്കുന്നത് വൈകും. അർബുദ രോഗത്തിന് ചികിത്സയിലായതിനാൽ യാത്ര ചെയ്യാനാകില്ല എന്നാണ് ചോസ്കിയുടെ അഭിഭാഷകന്റെ വാദം. ചോസ്കിയെ തിരികെ എത്തിക്കുന്നതിന് നിയമവിദഗ്ധർ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംഘം ഉടൻ ബെൽജിയത്തിലേക്ക് തിരിക്കും. 13,500 കോടി രൂപയുടെ PNB വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്ത മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ അടുത്തയാഴ്ച ബെൽജിയത്തിലെ കോടതി പരിഗണിക്കും. മെഹുൽ ചോക്സിയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നിയമപോരാട്ടത്തിനായി ഉദ്യോഗസ്ഥ സംഘം ഉടൻ ബെൽജിയത്തിലേക്ക് പുറപ്പെടും. ED, CBI, വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം അന്താരാഷ്ട്ര നിയമവിദഗ്ധരും സംഘത്തിലുണ്ട്. നേരത്തെ ഡൊമിനിക്ക റിപ്പബ്ലിക്കിൽ നിന്നും മെഹുൽ ചോക്സിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചോക്സിയെ തിരികെ കൊണ്ടുവരാൻ നീണ്ട നിയമപോരാട്ടം ആവശ്യമായി വരുമെന്നാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അർബുദ രോഗത്തിന് ചികിത്സയിലായതിനാൽ മെഹുൽ ചോക്സിക്ക് യാത്ര ചെയ്യാനാകില്ലെന്ന് അഭിഭാഷകൻ വിജയ് അഗർവാൾ പ്രതികരിച്ചു. മെഹുൽ ചോക്സിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും
ആന്റിഗ്വ ആൻഡ് ബർബുഡ പൗരനായ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറേണ്ടതില്ല എന്നുമാണ് മെഹുൽ ചോക്സിയുടെ അഭിഭാഷകന്റെ വാദം. 24 ഡൽഹി. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത് ആക്രമണം ആസൂത്രണം ചെയ്യാനെന്ന് NIA. ഡൽഹിക്ക് പുറമെ മറ്റു നഗരങ്ങളിലും ആക്രമണത്തിന് റാണ പദ്ധതിയിട്ട് എന്ന് NIAക്ക് വിവരം ലഭിച്ചു. 10 മണിക്കൂർ വരെയാണ് ദിവസവും ചോദ്യം ചെയ്യൽ. മുംബൈ ഭീകരാക്രമണത്തിന് മുന്നോടിയായി തഹാവൂർ റാണ കൊച്ചി സന്ദർശിച്ചത് ആക്രമണം ആസൂത്രണം ചെയ്യാനെന്ന ദേശീയ അന്വേഷണ ഏജൻസി. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ റാണ മൊഴി നൽകിയതായാണ് സൂചന. ഡൽഹിക്ക് പുറമെ മറ്റു നഗരങ്ങളിലും തഹാവൂർ റാണ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തിരുന്നതായി അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചു. ഈ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം കോടതിയിൽ കൈമാറിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് മുന്നോടിയായി തഹാവൂർ റാണ സന്ദർശിച്ച സ്ഥലങ്ങൾ, കൂടിക്കാഴ്ച നടത്തിയ വ്യക്തികൾ എന്നിവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷണ സംഘം തേടുന്നുണ്ട്. ഓരോ ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെയാണ് തഹാവൂർ റാണയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടർന്നിരുന്ന റാണ ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ടെന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന വിവരം. വിനീത VG, 24 ഡൽഹി. പാലക്കാട് കുളപ്പള്ളിയിലെ CITU തൊഴിൽ തർക്കത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ മാസം 22-ന് പാലക്കാട് ജില്ലയിൽ വ്യാപാരികൾ ഹർത്താൽ നടത്തും. CITU സമരത്തെ തുടർന്ന് പൂട്ടിപ്പോയ സിമന്റ് ഗോഡൌണിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. കോടതി എല്ലാ നിയമവ്യവസ്ഥയും പരിപാലിക്കാം, അംഗീകരിക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് ഇത്തരം സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി വിധി നടപ്പാക്കാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു താൽക്കാലിക വിധിയാണ്. ഈ വിധിയുടെ അവസാനം വരെ കാത്തിരിക്കണം. ഞങ്ങൾ ഈ വിധി എന്താണെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ നിയമവ്യവസ്ഥ അംഗീകരിച്ചു പോകുന്നൊരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചു പോകുന്നവരുമായിട്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. അശ്വിൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടു. അതൊരു സംസ്ഥാന വിഷയമായി സംഘടന ഏറ്റെടുക്കുകയാണ്. അതായിരിക്കുമല്ലോ ഇപ്പോൾ ജില്ലാ ഹർത്താൽ, വ്യാപാരികളുടെ ജില്ലാ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏത് തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വിഷയം? CITU വ്യാപാരി വ്യവസായ ഏകോപന സമിതി തർക്കമായി അതൊരു ഒരു സംസ്ഥാന വിഷയമായൊക്കെ മാറുമോ? ആ നിലയിലാണോ പ്രതികരണമൊക്കെ വരുന്നത്? വിജയകുമാർ, തീർച്ചയായും അത്ര വലിപ്പമുള്ളൊരു വലിയൊരു സമരമായി, വലിയൊരു തർക്കമായി ഇത് മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം ഈ സമരത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത്. അതായത് നാളുകൾക്ക് മുമ്പ് പാലക്കാട് കുളപ്പള്ളിയിലുള്ള പ്രകാശ് സ്റ്റീൽസ് എന്ന കമ്പനി അവരുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ലോഡുകൾ ഇറക്കാൻ ഒരു യന്ത്രം നിർമ്മിക്കുന്നു. ആ യന്ത്രം വെച്ച് വാഹനത്തിൽ നിന്നും ലോഡുകൾ നേരെ സ്ഥാപനത്തിന്റെ ഗോഡൌണിലേക്ക് പോവുകയാണ്. അതിനെയാണ് CITU പ്രവർത്തകർ എതിർത്തത്. തങ്ങളുടെ CITU തൊഴിലാളികൾക്ക് കയറ്റിറക്ക് ജോലി നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. യന്ത്രം ഉപയോഗിച്ചത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. CITUവിൻ്റെ നിശ്ചിത അഥവാ യന്ത്രം ഉപയോഗിച്ചാൽ പോലും CITUവിൻ്റെ നിശ്ചിത തൊഴിലാളികൾക്ക് അവിടെ ജോലി നൽകണം എന്നുള്ളതായിരുന്നു CITUവിൻ്റെ ആവശ്യം. എന്നാൽ അതിന് സാധ്യമാകില്ല. കാരണം യന്ത്രം ഉപയോഗിച്ചത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ലോഡ് ഇറക്കാനും അതിൻ്റെ സാമ്പത്തിക ലാഭത്തിനുമൊക്കെ വേണ്ടിയാണെന്ന് സ്ഥാപന ഉടമയും നിലപാടെടുത്തു. അങ്ങനെ CITU ആ സ്ഥാപനത്തിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയും പിന്നീട് വന്ന ലോഡുകൾ ഇറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥാപനം ലോഡ് ഇറക്കാനാവാതായതോടെ അടച്ചുപൂട്ടുകയായിരുന്നു ഉടമ. ആ ഉടമയ്ക്ക് പിന്തുണയുമായാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 22-ന് പാലക്കാട് ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടുള്ള ഒരു സമരത്തിനാണ് അവർ തയ്യാറാകുന്നത്. ഒപ്പം ഈ യന്ത്രം ഉപയോഗിച്ച് കേറ്റിറക്ക് ജോലികൾ നടത്താം എന്നുള്ളൊരു ഹൈക്കോടതി ഉത്തരവ് കൂടിയുണ്ട്. അത് പാലിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നുള്ള ആവശ്യം കൂടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. വിജയകുമാർ, ഈ മാസം 22-ന് പാലക്കാട് ജില്ലയിൽ വ്യാപാരികൾ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CITU സമരത്തെ തുടർന്ന് പൂട്ടിയ സിമന്റ് ഗോഡൌണിന് ആ സമരത്തിന് അവിടുത്തെ വ്യാപാരികളുടെ സമരത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. മുഖം മൂടിക്കെട്ടി, കൈ പിന്നിൽ കെട്ടി, മുട്ടുകുത്തി നിന്നൊക്കെയാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന സമരം 65-ാം ദിവസത്തിലേക്ക് കടന്നു. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 2 ആഴ്ചയിലേക്ക് കടന്നു. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. ഇതിനു മുന്നോടിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖം മൂടിക്കെട്ടിയും കൈ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്.
റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ പ്രതിസന്ധിയിലാണ് സമരക്കാർ. ഇതിപ്പോൾ അവസാന നിമിഷം വരെയായി. ഇനി നമ്മുടെ മുന്നിൽ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഒരു വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് ഞങ്ങളുടെ. അതിനകത്ത് ഒരു 30% പോലും നമുക്ക് ആയിട്ടില്ല. അപ്പം നാളത്തെ ഇതിൽ അത്യാവശ്യം നല്ലൊരു വേക്കൻസി എന്ന് ബാക്കിയുള്ള നാളിലും നല്ലൊരു 350 വേക്കൻസി എങ്കിലും നമുക്ക് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട ആശമാർ നടത്തുന്ന സമരം 65 ദിവസം പിന്നിട്ടു. തൊഴിൽ മന്ത്രി സമരത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശമാർ. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായിരിക്കെ നിലമ്പൂരിൽ പ്രചാരണത്തിന് പ്രവർത്തകരെ ഇറക്കി കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും. നേതാക്കൾ ഇടപെട്ടെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇരുവരും. അതിനിടെ മുസ്ലിം ലീഗിന് പിന്നാലെ കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗവും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മുന്നണികൾക്ക് അന്തിമ തീരുമാനമെടുക്കാനായിട്ടില്ല. UDF സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിലുള്ള VS ജോയും ആര്യാടൻ ഷൗക്കത്തും പ്രവർത്തകരെ ഉപയോഗിച്ച് രഹസ്യമായി പ്രചാരണം തുടങ്ങി. അനുനയിപ്പിക്കാൻ AP അനിൽകുമാർ ചർച്ച നടത്തിയെങ്കിലും ഉറച്ചു നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എടക്കരയിൽ കൺവെൻഷൻ നടത്തി. ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കുകയാണ് ലക്ഷ്യം. കുടിയേറ്റ മേഖലകൾ, കാർഷിക മേഖല, അതെല്ലാം പാർട്ടിയുടേതായ ഒരു ഇടപെടലിലൂടെ UDFന്റെ വിജയത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിട്ടുള്ളത്. മുനമ്പം വിഷയം സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ നിർണായകമാണ്. അതേസമയം UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തീരുമാനമെടുക്കാനാണ് LDF ആലോചന. U ഷറഫലിയും DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറുമാണ് പരിഗണനയിൽ. BJPയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. 24 മലപ്പുറം. സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരെ പിന്തുണച്ച ഡോക്ടർ KT ജലീലിനെ പരോക്ഷമായി വിമർശിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ ചിലർ ചട്ടം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ലീഗ് അനുകൂലികൾ നടത്തിയ മറുപടി സമ്മേളനത്തിലെ പ്രതികരണം. സമസ്തയിൽ പണ്ട് മുതലേ മുസ്ലിം ലീഗുകാർ ഉണ്ട് എന്നാണ് ലീഗ് വിരുദ്ധരോട് ബഹാവുദ്ദീൻ നദ്വിയുടെ മറുപടി. പാണക്കാട് സാദിഖലി തങ്ങൾ അധ്യക്ഷനായ പട്ടിക്കാട് ജാമിയ നൂരിയക്കെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം നടന്നിരുന്നു. ഇതിനെ പിന്തുണച്ച KT ജലീൽ രംഗത്ത് വന്നു. പിന്നാലെ പൈതൃക സമ്മേളനം എന്ന പേരിൽ ലീഗ് അനുകൂലർ ജാമിയ നൂരിയിൽ സംഘടിപ്പിച്ച മറുപടി സമ്മേളനത്തിലാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി KT ജലീലിനെ പരോക്ഷമായി വിമർശിച്ചത്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളെ ഛിദ്രിപ്പിക്കുവാൻ, ഭിന്നിപ്പിക്കുവാൻ, 2 ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ലീഗിനോട് അനുകൂല സമീപനം സ്വീകരിക്കുന്ന മുൻകാല സമസ്ത നേതാക്കളുടെ പേര് ഓർമ്മിപ്പിച്ച് ലീഗ് വിരുദ്ധർക്കും മറുപടി. ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങൾ, ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ദ്വാ നിർവഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാരാണ്. സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസിർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ജാമിയ നൂരിൽ നിന്ന് അധ്യാപകനായ മുഷാവറ അംഗം അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയതാണ് പുതിയ പ്രശ്നം. 24 മലപ്പുറം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ചാലക്കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും പ്രതിഷേധം നടക്കുന്നു. എന്താണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിനുള്ള കാരണം? നേരത്തെ അവിടെ ഉന്നത റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയും നാട്ടുകാരുമായി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തല്ലോ. ഇപ്പോഴെന്താണ് പ്രകോപനം? വിജയകുമാർ, ഈ മരിച്ച അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് നിലവിൽ പ്രതിഷേധം ശക്തമായത്. കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ആംബുലൻസ് തടയാൻ ശ്രമിച്ചു. പക്ഷേ ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ, ബെന്നി ബെഹനാൻ MP അടക്കമുള്ള ആളുകൾ ആംബുലൻസിന് വട്ടം നിന്ന് പ്രതിഷേധിക്കുകയാണ്. കളക്ടർ ഇങ്ങോട്ടേക്ക് എത്താതെ ഒരു തരത്തിലും ഈ മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകാനാകില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണ്. ഈ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതിഷേധം ശക്തമായത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ആംബുലൻസിന് മുൻപിൽ ആംബുലൻസ് തടഞ്ഞു. പിന്നീട് പോലീസ് ഇടപെട്ട് അവരെ മാറ്റാൻ ശ്രമിച്ചു. ഇപ്പോൾ ബെന്നി ബെഹനാൻ MP തന്നെ നേരിട്ട് എത്തി ഈ ആംബുലൻസ് തടയുകയാണ്. ജില്ലാ കളക്ടർ ഇത്രയും നേരമായിട്ടും ഈ പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ചില ഉറപ്പുകൾ ലഭിക്കേണ്ടതുണ്ട്. ആ ഉറപ്പുകൾ ലഭിക്കാതെ മൃതദേഹം ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക്
കൊണ്ടുപോകാനാകില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത് ഈ ഇവരുടെ കുടുംബക്കാർ അവർ സമാനമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ അവർക്ക് പ്രശ്നമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ കുടുംബക്കാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ട്. അവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് വനവകുപ്പും പോലീസും സർക്കാരും ഒക്കെ ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ ഉള്ള ശ്രമം നടത്തുന്നു. ഇത്തരത്തിൽ ഈ മൃതദേഹം വിട്ടു നൽകിയാൽ ഇവിടെ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടും എന്നാണ് നിലവിൽ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വിഷ്ണു ഈ ദൃശ്യങ്ങളിൽ കാണുന്നതേ ദൃശ്യങ്ങളിൽ ഇപ്പോൾ തടയാൻ അവിടെ ഈ ആംബുലൻസ് തടയാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്നത് ഈ ഇന്നലെ മരിച്ച രണ്ടുപേരുടെയും ബന്ധുക്കളിൽ ചിലർ ചേർന്നാണോ എന്നൊരു സംശയം ഈ ദൃശ്യങ്ങളിൽ. അങ്ങനെയാണോ അത് നമ്മൾ കരുതേണ്ടത് വിഷ്ണു? അതായത് ബന്ധുക്കൾക്ക് ഈ മൃതദേഹം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിൽ എതിർപ്പ് ഒന്നും കാര്യമായി ഇല്ല. അവർ പറയുന്നത് കൂടുതൽ പരിശോധനകൾ മൃതദേഹവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണെന്ന് ആണ് അവർ ആവർത്തിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകളൊക്കെ ബന്ധുക്കളെ പറഞ്ഞ് പറ്റിക്കുന്ന നടപടികളൊക്കെയാണ് പോലീസ് സ്വീകരിച്ചത്, അത് അനുവദിക്കാനാവില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ആംബുലൻസ് മുന്നോട്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകളെ ഇവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ് പോലീസ്. ആരെയും നേരത്തെ ഒരാൾ ഈ ആംബുലൻസിന് നടുക്ക് കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. പക്ഷേ നിലവിൽ ആളുകളെ എല്ലാം മാറ്റി, കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റി പ്രതിഷേധം എല്ലാം ഒഴിച്ചുകൊണ്ട് അംബികയുടെ മൃതദേഹവുമായ ആംബുലൻസ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. പ്രധാനമായും കുടുംബമടക്കം ആവശ്യം ഉന്നയിച്ചത് മൃതദേഹം കൊണ്ടുപോകണം എന്നാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിൽ കളക്ടർ അടക്കമുള്ള ആളുകൾ എത്താത്ത പശ്ചാത്തലത്തിലാണ് മൃതദേഹം തടയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിനാൽ ഈ അംബികയുടെ ബന്ധുക്കൾ ഒന്നാകെ പറഞ്ഞു മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അല്പസമയം മുമ്പ് ഉണ്ടായത്. ഇപ്പോൾ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സാറേ ബോഡി എങ്ങോട്ടാണ് സാർ കൊണ്ടുപോയിരിക്കുന്നത്? തൃശ്ശൂർക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്താ അവര് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം തന്നെ? ഞങ്ങളെ ആളെ മരിച്ചല്ലേ ഞങ്ങളെ കൊണ്ടുപോകില്ല. ഞങ്ങളെ സ്വന്തം ആൾക്കാരല്ലേ, ഞങ്ങളെ പച്ചവെള്ളം വരെയൊക്കെ കുടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. രണ്ടാളെ മരിച്ചിട്ട് ഞങ്ങളെ പല്ല് വരെയൊക്കെ തേക്കാണ്ടാണ് ഈ വന്നത്. ഒരു ചായ വരെയൊക്കെ കുടിക്കാണ്ട് കാലത്ത്. ഞങ്ങളുടെ ആവശ്യമോ ഞങ്ങളുടെ ബോഡീനെ ഞങ്ങളെ കുടുംബത്തെ എത്തിക്കണം വായസാലിലേക്ക്, മറ്റേ തൃശ്ശൂര് മെഡിക്കൽ കോളേജിലേക്ക്. വേറെ എതിർപ്പുകളൊന്നും ഇവിടെ നിർത്തണ്ടായി എന്നാ പറയണത്. എത്ര പെട്ടെന്ന് ഇന്നലെ മരിച്ചതല്ലേ. ഇന്നലെ ഇവിടെ എന്താ കുറെ ആൾക്കാരുണ്ട്. ഇത് സമരം ചെയ്ത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണത്? ഒരു ആവശ്യത്തിന് ഒരാൾ പോലും കോളനിയിലേക്ക് കയറി വരണല്ലോ. ഇപ്പൊ മാത്രം എന്താ ഇവിടെ നിന്ന് എല്ലാരും വരുന്നത്? ഒരു ആവശ്യത്തിന് പോലും ഒരാൾ പോലും വരാറില്ല. ബന്ധുക്കളാണ് ഈ ആദിവാസികൾക്ക് വേണ്ടിട്ട് യാതൊരുവിധ പ്രവർത്തനം ആരും നടത്തിയില്ല. എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ മരിച്ചു കഴിഞ്ഞത് ഇപ്പം ഈ മൃതദേഹം തട്ടിയെടുത്തത് അവരുടെ ആവശ്യം വേണ്ടി നടക്കുകയാണ്. അതിനെതിരാണ് നമ്മളെ ആദിവാസി. ഒരു മൃതദേഹം മാത്രമാണ് ഇപ്പൊ നമ്മളവിടെ കൊണ്ടുപോകുന്നുള്ളൂ. ഒരു മൃതദേഹം ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അംബികയുടെ തൃശ്ശൂര് വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടില്ല. വെള്ളത്തിൽ അങ്ങനെ നിങ്ങൾ പറയണ്ട, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ആന ഓടിച്ച ആനയുടെ ഭാഗമായിട്ടുള്ള പ്രത്യാനന്തരമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിക്കണം. നമുക്കരുത് നിർണ്ണയിക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ട, ഒരാളുടെ മൃതദേഹം മാത്രമാണ് മെഡിക്കൽ കോളേജിൽ, ഒരാളുടെ ഇവിടെ. അതാണ് ഒരാളുടെ മൃതദേഹം, അംബികയുടെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി ഇവിടെ ഉള്ളത് സതീഷിന്റെ മൃതദേഹമാണ്. അതായത് ഈ കുടുംബം പറയുന്നത് ഒരു വിഷയത്തിലും ഇതുവരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിലും സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ബോഡി വിട്ടുകിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ബെന്നി ബെഹനാൻ MP ഇവിടെ ഉണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. ബെന്നി ബെഹനാൻ MP
വണ്ടിയുടെ മുന്നിൽ കിടന്ന ആദിവാസികളാണല്ലോ. ഞങ്ങളല്ലോ വണ്ടി ആദ്യം തടഞ്ഞ ആദിവാസികളാണ് തടഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥലത്തെ MP അല്ലേ, MP-യോട് സംസാരിച്ചിരിക്കുന്നതിനിടയിലേ ബോഡി തട്ടിപ്പ് കടത്തി കൊണ്ടുപോയി. ഇത് എന്താ ഇവര് കാണിക്കണത്? ഞാൻ അവിടെ നിന്ന് സബ് കളക്ടറുമായിട്ട് ഞാനും അവിടെ നിന്ന് സബ് കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ സബ് കളക്ടർ പറഞ്ഞു, സാർ നിങ്ങൾ അനുവദിക്കുക, നിങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജില്ലാ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഈ നിൽക്കുന്ന ബഹുമാനായ സബ് കളക്ടർ പറഞ്ഞു, സാറ് നിങ്ങൾ അനുവദിക്കുന്നത് ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെന്ന മോഷണം നടത്തി കൊണ്ടുപോകുന്ന പോലെയാണ്. എന്തൊരു മര്യാദയാണിത്, എന്തൊരു ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ, ഏത് മര്യാദ. ഞാൻ പറഞ്ഞു, ആദിവാസികൾ തന്നെയാണല്ലോ ആ വാഹനത്തിന് മുന്നിൽ കടന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ ഇതിന്റെ വരുമാനങ്ങളെ കുറിച്ചോ ഒന്നും പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആദിവാസികളെ സ്വാധീനിച്ചെടുക്കേണ്ട തീരുമാനമാണോ ഇത്? ഇതിവിടെ ജനപ്രതിനിധികളില്ലേ? ഇവിടെ നിങ്ങൾ പത്രക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? നമ്മളൊക്കെ രാവിലെ 10 മണി തൊട്ട് പറയുന്നത് കളക്ടർ വരാമെന്ന് പറഞ്ഞു, കളക്ടർ വന്നില്ല. അവസാനം ഇതിനകത്ത് എന്തോ തീരുമാനമുണ്ടായി. ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിൽ എന്താ പറഞ്ഞത്? DYSP പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, ഡോക്ടർ പറയുന്നു, സബ് കളക്ടർ പറയുന്നു, നിങ്ങൾ അനുവദിക്കാതെ കൊണ്ടുപോകില്ല എന്ന്. ഞങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, നമുക്ക് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൂടെ ഇത് കടത്തിക്കൊണ്ടുപോയി, കള്ളക്കടത്ത് കടത്തിക്കൊണ്ടുപോകുന്നതാണ് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. ആദിവാസികൾ തന്നെയല്ലേ അതിന് മുന്നിൽ കിടന്ന് സമരം ചെയ്തത്. ഞങ്ങൾ ഒരു മൃതദേഹത്തെ അനാദരവ് കാണിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അതിരപ്പള്ളിയിൽ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അംബികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നത് ജനപ്രതിനിധികൾ ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. പക്ഷേ അംബികയുടെ ബന്ധുക്കളും മറ്റൊരു വിഭാഗവും അവിടെ ഈ പ്രതിഷേധിച്ച കോൺഗ്രസ്സുകാരെ എതിർത്തു. അവരുടെ സഹായത്തോടെ പോലീസ് ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഈ നിലയിൽ പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവൊക്കെ അവിടേക്ക് എത്താനിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള വളഞ്ഞ വഴിയിലൂടെയുള്ള നീക്കം എന്നൊക്കെയുള്ള വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടുകിട്ടണമെന്നാണ് മരിച്ച അംബികയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേണം എന്ന് ആവശ്യപ്പെടുകയും അതിനായി അവർ പോലീസിനെ പിന്തുണയ്ക്കുകയും ചെയ്തത്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.